സ്കോപ്പിയ നഗരത്തിൽ ഓട്ടോമൻ പ്രതാപം മാഞ്ഞ് സെർബിയൻ ആധിപത്യം പിടിമുറുക്കുന്ന കാലം. ഇക്കാലത്ത് 18 വയസ്സ് മാത്രമുള്ള ആഗ്നസ് എന്ന പെൺകുട്ടി തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ തീരുമാനത്തിന്റെ പടിവാതിൽക്കലായിരുന്നു. താൻ ജനിച്ചു വളർന്ന മണ്ണ്, പിതാവ് നിക്കോളായുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്, തന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ അമ്മ ഡ്രാനയും സഹോദരി ആഗയും എല്ലാം ഉപേക്ഷിച്ച് തികച്ചും അപരിചിതമായ ഒരു ലോകത്തേക്ക് അവൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്ത്യ എന്ന വിദൂര സ്വപ്നം അവളുടെ ഉള്ളിൽ ജ്വലിക്കുമ്പോഴും തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നുപോകുന്നതിന്റെ വിങ്ങൽ ആ ഹൃദയത്തിലുണ്ടായിരുന്നു. അന്ന് രാത്രി ബോയജിയു ഭവനത്തിലെ വിളക്കുകൾ അണഞ്ഞില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവൾ ഒരു വിദൂര ദേശത്തേക്ക് പോവുകയാണെന്ന സത്യം ആ വീടിനെ ആകെ നിശബ്ദമാക്കി. വിശന്നു വരുന്നവർക്ക് മുന്നിൽ അമ്മ ഡ്രാന ഒരിക്കലും അടച്ചിടാത്ത ആ വലിയ വാതിൽ ഇന്ന് തന്റെ പ്രിയപ്പെട്ട മകൾക്കായി അവസാനമായി തുറക്കപ്പെടാൻ പോവുകയാണ്. ആഗ്നസ് തന്റെ മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അപ്പുറത്തിരുട്ടിൽ മറഞ്ഞു നിൽക്കുന്ന പള്ളിക്കൂടവും കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിച്ച തെരുവുകളും എന്നും പ്രാർത്ഥനയ്ക്കായി പോയിരുന്ന സേക്രഡ് ഹാർട്ട് പള്ളിയും, അതെല്ലാം അവൾക്ക് യാത്ര ചൊല്ലുകയാണ്. ഇന്ത്യ എന്ന വിദൂര ദേശത്തു നിന്നുള്ള വിളി അവളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. വിങ്ങുന്ന ഒരു നിശബ്ദത ആ മുറിയിൽ നിറഞ്ഞു. ആഗ്നസ് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. വിധവയായ ശേഷം തന്റെ മകളെ കഷ്ടപ്പെട്ട് വളർത്തിയ ആ ധീരയായ സ്ത്രീയുടെ കണ്ണുകളിൽ തളർച്ചയുണ്ടായിരുന്നു. മകളുടെ നിയോഗം മറ്റൊന്നാണെന്ന് ഡ്രാനയ്ക്കറിയാം. ആ വലിയ വീടിന്റെ ഓരോ കോണിലും ആഗ്നസിന്റെ 18 വർഷത്തെ ഓർമ്മകൾ തങ്ങി നിന്നിരുന്നു. 1928 സെപ്റ്റംബർ 26 പുലർച്ചെ 6 മണിക്ക് ആഗ്നസ് തയ്യാറായി ഇറങ്ങി. സ്കോപ്പിയെ റെയിൽവേ സ്റ്റേഷനാണ് ലക്ഷ്യം. ആ പുകമഞ്ഞിലൂടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് കിതച്ചെത്തി. ട്രെയിനിന്റെ ഓരോ വിസിലും അവളുടെ ഹൃദയത്തിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചു. അമ്മ ഡ്രാന അപ്പോഴും മകളുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. തന്റെ മക്കളെ പൊന്നുപോലെ നോക്കിയ ആ അമ്മയ്ക്ക് തന്റെ ഇളയ മകൾ ഇനിയൊരിക്കലും തിരിച്ചെത്തില്ലെന്ന തിരിച്ചറിവ് ഒരു നടുക്കമായിരുന്നു. ട്രെയിൻ വിസിൽ മുഴക്കി. ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങി. പ്ലാറ്റ്ഫോമിൽ നിന്ന് കൈവീശി കാണിക്കുന്ന അമ്മയുടെയും സഹോദരിയുടെയും രൂപം കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ ആഗ്നസ് നോക്കി നിന്നു. ട്രെയിൻ മാസഡോണിയൻ അതിർത്തി പിന്നിട്ട് ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ സാഗ്രെബിലേക്ക് കുതിച്ചു. സാഗ്രെബിൽ വെച്ച് അവൾ മറ്റൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി, ബെറ്റി പ്ലങ്കറ്റ്. ആഗ്നസിനെ പോലെ തന്നെ ലോററ്റെ സഭയുടെ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് തിരിച്ചതായിരുന്നു അവളും. ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന 2 കൗമാരക്കാരികളും ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. സാഗ്രെബിൽ നിന്ന് അവർ കടൽ മാർഗം യാത്ര തുടർന്നു. ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കടന്നുള്ള ആ സുദീർഘമായ യാത്ര ആഗ്നസിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിരുന്നു. സ്കോപ്പിയയിലെ തെരുവുകൾ മാത്രം കണ്ടിട്ടുള്ള ആ പെൺകുട്ടിക്ക് മുന്നിൽ ലോകമതിന്റെ വലിപ്പം വെളിപ്പെടുത്തുകയാണ്. ഇംഗ്ലീഷ് ചാനലിന്റെ തിരമാലകൾക്ക് മുകളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം അവർ ബ്രിട്ടനിലെത്തി. അവിടെ നിന്ന് വീണ്ടും കടൽ കടന്ന് തണുത്തുറഞ്ഞ കാറ്റും ഇടതടവില്ലാതെ പെയ്യുന്ന മഴയുമുള്ള അയർലൻഡിന്റെ തീരത്ത് കപ്പലിറങ്ങി.
1928 ഒക്ടോബർ മാസം ഡബ്ലിനിലെ റാത്ത്ഫാംഹാമിലുള്ള ലോറേറ്റോ ആബി എന്ന സന്യാസി മഠത്തിന്റെ ഗാംഭീര്യമുള്ള കവാടം ആഗ്നസിന് മുന്നിൽ തുറന്നു. ഭീമാകാരമായ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ആ 18-കാരിയുടെ ഉള്ളിൽ ഒരു പരിഭ്രമമുണ്ടായിരുന്നു. അവൾക്കറിയാവുന്ന അൽബേനിയൻ ഭാഷ അവിടെ ആർക്കും മനസ്സിലാകില്ല. അവിടെയുള്ള കന്യാസ്ത്രീകൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. അപരിചിതമായ മുഖങ്ങൾ, തീർത്തും വ്യത്യസ്തമായ സംസ്കാരം. സ്കോപ്പിയയിലെ തന്റെ വീടിന്റെ ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് തണുത്തുറഞ്ഞ അയർലൻഡിലെ ഈ കഠിനമായ ചുട്ടകളിലേക്ക് അവൾ പറിച്ചു നടപ്പെട്ടിരിക്കുകയാണ്. മഠത്തിലെ ആ ചുവരുകൾക്കുള്ളിൽ വെച്ചാണ് അവൾ തന്റെ ലൗകിക ജീവിതത്തിന്റെ അവസാന അടയാളങ്ങളും ഉപേക്ഷിച്ചത്. സ്കോപ്പിയയിൽ നിന്ന് കരുതിയ തന്റെ അൽബേനിയൻ വസ്ത്രങ്ങൾ മാറ്റിവെച്ച് അവൾ ആദ്യമായി സന്യാസിനിയുടെ വസ്ത്രമണിഞ്ഞു. അന്ന് ആ മുറിക്കുള്ളിൽ വെച്ച് ലോകം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന ആ പേര് അവൾ സ്വീകരിച്ചു: സിസ്റ്റർ തെരേസ. ലിസ്യുവിലെ വിശുദ്ധ തെരേസയുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു അവൾ ആ പേര് തെരഞ്ഞെടുത്തത്. വിശുദ്ധ തെരേസ ചെറിയ പുഷ്പം എന്നറിയപ്പെട്ടിരുന്നു. തന്റെ പേരിനൊപ്പം ഗോൺഷെ അഥവാ പൂമുട്ടെന്നർത്ഥമുണ്ടായിരുന്ന ആഗ്നസിന് ആ പേരിനോടൊരു പ്രത്യേക ആത്മബന്ധമുണ്ടായിരുന്നു. ആഗ്നസ് ഗോൺഷെ ബോയജിയു എന്ന പേര് ചരിത്രത്താളുകളിൽ നിന്നും മായുകയും പകരം ലോകത്തിന്റെ അമ്മയായി മാറാൻ പോകുന്ന തെരേസ എന്ന സന്യാസിനി അവിടെ ജനിക്കുകയും ചെയ്തു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1928 ഒക്ടോബർ മുതൽ നവംബർ വരെ നീളുന്ന 6 ആഴ്ചകൾ ആഗ്നസ് എന്ന അൽബേനിയൻ പെൺകുട്ടിയുടെ ജീവിതത്തിലെ പരിവർത്തനത്തിന്റെ കാലഘട്ടമായിരുന്നു അത്. ഡബ്ലിനിലെ റാത്ത്ഫാൻഹാം എന്ന സ്ഥലത്തുള്ള ലൊറേറ്റോ ആബിയിലായിരുന്നു അവളുടെ താമസം. അയർലൻഡിലെ ലൊറേറ്റോ സഭ ഇന്ത്യയിലുള്ള മിഷണറി സ്കൂളുകളിൽ അധ്യാപകരാകാൻ താൽപ്പര്യമുള്ള യുവതികളെ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മിഷണറി പ്രവർത്തനങ്ങൾക്കായി എത്തുന്നവർക്ക് പരിശീലനം നൽകുന്ന സഭയുടെ പ്രധാന കേന്ദ്രമാണ് ലൊറേറ്റോ ആബി. പരിശീലന കാലയളവിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഭാഷയായിരുന്നു. അൽബേനിയൻ ഭാഷ മാത്രം വശമുണ്ടായിരുന്ന ആഗ്നസിന് അയർലൻഡിലെ കന്യാസ്ത്രീകൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആദ്യമൊക്കെ ഒരു പ്രഹേളികയായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഇംഗ്ലീഷ് അത്യാവശ്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. ആ 6 ആഴ്ചക്കാലം അവൾ വിശ്രമമില്ലാതെ പഠിച്ചു. രാവിലെ മുതൽ രാത്രി വൈകുന്നതുവരെ ഇംഗ്ലീഷ് വ്യാകരണവും സംഭാഷണങ്ങളും ഹൃദിസ്ഥമാക്കി. കൂടാതെ അതിരാവിലെ എഴുന്നേൽക്കുക, പ്രാർത്ഥനകൾ, ധ്യാനം, മഠത്തിലെ ജോലികൾ എന്നിവയടങ്ങിയ കഠിനമായ സന്യാസ ജീവിതം അവൾ അവിടെ പരിശീലിച്ചു. സ്കോപ്പിയയിലെ സുഖസൗകര്യങ്ങളുള്ള വീടുപേക്ഷിച്ചു വന്ന അവൾക്ക് ലളിതമായ ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത് അയർലൻഡിലെ ആ കരിങ്കൽ ചുവരുകളായിരുന്നു. ഇംഗ്ലീഷ് ഭാഷാ പഠനവും ഐറിഷ് സംസ്കാരവും ആഗ്നസിനെ കൂടുതൽ കരുത്തുള്ളവളാക്കി മാറ്റുകയായിരുന്നു. 6 ആഴ്ചകൾക്ക് ശേഷം 1928 ഡിസംബർ 1 അവൾ കപ്പൽ കയറാൻ തയ്യാറായി. മുന്നിൽ മാസങ്ങൾ നീളുന്ന കടൽ യാത്രയും അജ്ഞാതമായ ഒരു വൻകരയും. 1928 ഡിസംബർ 1 അയർലൻഡിലെ തണുത്തുറഞ്ഞ ഡബ്ലിൻ തുറമുഖത്ത് ഒരു വലിയ കപ്പൽ നങ്കൂരമുയർത്തി. മാർച്ചല്ല എന്നായിരുന്നു ആ കപ്പലിന്റെ പേര്. കയ്യിലൊരു ചെറിയ പെട്ടിയും
ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയുമായി ആഗ്നസ് എന്ന സിസ്റ്റർ തെരേസ ആ കപ്പലിലേക്ക് കയറി. യൂറോപ്പിന്റെ തീരങ്ങൾ പതുക്കെ അവളുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ആഴ്ചകളോളം നീളുന്ന യാത്രയിൽ സിസ്റ്റർ തെരേസയ്ക്ക് കപ്പലിലെ ഒരു ചെറിയ ക്യാബിനായിരുന്നു അനുവദിച്ചിരുന്നത്. പലപ്പോഴും കടൽക്ഷോഭം കാരണം കപ്പൽ ആടിയുലഞ്ഞു. ശാരീരികമായ അസ്വസ്ഥതകൾ അവളെ തളർത്തി. എന്നിട്ടും ആ പെൺകുട്ടി വിശ്രമിച്ചില്ല. തന്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് വ്യാകരണ പുസ്തകങ്ങൾ മറിച്ചു നോക്കി തെരേസ സമയം തള്ളി നീക്കി. അറ്റ്ലാന്റിക് സമുദ്രം പിന്നിട്ട് മെഡിറ്ററേനിയൻ കടലിലൂടെ കപ്പൽ നീങ്ങി. ഈജിപ്തിലെ സൂയസ് കനാൽ കടക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അവളെ അത്ഭുതപ്പെടുത്തി. യൂറോപ്പിലെ കൊടും തണുപ്പിൽ നിന്ന് ഏഷ്യയുടെ ഊഷ്മളമായ കാലാവസ്ഥയിലേക്ക് കപ്പൽ പ്രവേശിച്ചു. കപ്പലിലെ ഓരോ ദിവസവും ഓരോ പാഠമായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, വിവിധ സംസ്കാരങ്ങൾ, ഇവയെല്ലാം അവൾ നിരീക്ഷിച്ചു. ചെങ്കടലിലെ കഠിനമായ ചൂട് സിസ്റ്റർ തെരേസയെ ഇന്ത്യയിൽ അനുഭവിക്കാനിരിക്കുന്ന കാലാവസ്ഥയ്ക്കായി പാകപ്പെടുത്തി. 1928 ഡിസംബർ 25 കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മുന്നോട്ട് കുതിക്കുകയാണ്. ആ വർഷത്തെ ക്രിസ്മസ് സിസ്റ്റർ തെരേസ ആഘോഷിച്ചത് ആകാശത്തെ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു. സ്കോപ്പിയയിലെ തന്റെ വീട്ടിൽ അമ്മ ഡ്രാനയ്ക്കും സഹോദരി ആഗയ്ക്കുമൊപ്പം ആഘോഷിച്ചിരുന്ന ആ ദിനത്തെക്കുറിച്ചോർത്ത് അവൾ ആ നിമിഷം വികാരാധീനയായി. ബോയജിയു ഭവനത്തിലെ ക്രിസ്മസ് എന്നും സന്തോഷത്തിൻ്റെതായിരുന്നു. പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് അമ്മയുണ്ടാക്കുന്ന വിഭവങ്ങൾക്കായി കാത്തിരുന്ന ആ സുന്ദരമായ ദിനങ്ങൾ. എന്നാൽ ഇന്ന് തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകളകലെ കടലിന് നടുവിൽ അവൾ തികച്ചുമേകയാണ്. കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ 18-കാരിയുടെ ഹൃദയത്തിൽ ഒരു വിങ്ങലായി പടർന്നു. അമ്മയുടെ ചുംബനമോ സഹോദരിയുടെ ചിരിയോ ഇല്ലാത്ത ആ ക്രിസ്മസ് രാത്രിയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ആ വേദനകൾക്ക് അവളെ തളർത്താൻ കഴിഞ്ഞില്ല. കപ്പലിന്റെ ഒരു മൂലയിൽ തന്റെ സഹയാത്രികയായ സിസ്റ്റർ മേരി മഗ്ദലനയോടൊപ്പം ചേർന്നിരുന്ന ലളിതമായ പ്രാർത്ഥനകളോടെ അവൾ ആ പിറവിത്തിരുന്നാൾ ആഘോഷിച്ചു. കപ്പൽ അറബിക്കടലിന്റെ തിരമാലകളെ ഭേദിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തോടടുത്തുകൊണ്ടിരുന്നു. 1929 ജനുവരിയുടെ ആദ്യവാരം കപ്പൽ സിലോണിലെ കൊളംബോ തുറമുഖത്ത് നങ്കൂരമിട്ടു. ആദ്യമായി തെരേസ ഏഷ്യയുടെ മണ്ണ് തൊടുകയായിരുന്നു. സ്കോപ്പിയയിലെ മഞ്ഞുവീണ തെരുവുകളിൽ നിന്ന് വന്ന ആ പെൺകുട്ടിക്ക് മുന്നിൽ കൊളംബോ ഒരു പുതിയ ലോകമായി. കടും നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യർ, റോഡിലൂടെ നീങ്ങുന്ന കാളവണ്ടികൾ, വായുവിൽ നിറഞ്ഞ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ചായയുടെയും തീക്ഷ്ണമായ ഗന്ധം, എല്ലാം അവൾക്ക് അത്ഭുതമായിരുന്നു. കൊളംബോയിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. മദ്രാസ് തീരം പിന്നിട്ട് കപ്പൽ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഹൂഗ്ലി നദിയുടെ കരയിലുള്ള കൽക്കട്ട തുറമുഖം തെളിഞ്ഞു വന്നു. 1929 ജനുവരി 6 ക്രൈസ്തവ വിശ്വാസപ്രകാരം ജ്ഞാനികൾ ഉണ്ണിയേശുവിനെ കാണാനെത്തിയ ദനഹ പെരുന്നാൾ ദിനം. ആ പുണ്യദിനത്തിലാണ് സിസ്റ്റർ തെരേസ കൽക്കട്ടയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. കപ്പലിന്റെ പടവുകളിറങ്ങി കൽക്കട്ടയുടെ മണ്ണിൽ പാദം വയ്ക്കുമ്പോൾ സിസ്റ്റർ തെരേസ എന്ന ആ 19-കാരി കണ്ടത് ഒരു മനുഷ്യക്കടലായിരുന്നു. യൂറോപ്പിലെ ക്രമബദ്ധമായ തെരുവുകളിൽ നിന്ന് വന്ന അവൾക്ക് കൽക്കട്ടയുടെ ബഹളങ്ങളും വിയർപ്പിന്റെ ഗന്ധവും ഒരു പുതിയ പാഠപുസ്തകമായിരുന്നു. തുറമുഖത്തു നിന്നും അവൾ നേരെ പോയത് കൽക്കട്ടയിലെ എൻഡല്ലിയിലുള്ള ലൊറേറ്റോ കോൺവെന്റിലേക്കായിരുന്നു. വലിയ മതിലുകൾക്കുള്ളിലെ സുരക്ഷിതമായ ഒരു ലോകം. അവിടെയുള്ള പ്രാർത്ഥനാമുറികളിലും ക്ലാസ് മുറികളിലും അവൾ അയർലൻഡിൽ വെച്ച് പഠിച്ച ഇംഗ്ലീഷ് ഭാഷ പ്രാവർത്തികമാക്കാൻ തുടങ്ങി.
പക്ഷേ ആ മതിലുകൾക്ക് പുറത്തുനിന്നുയർന്നുവന്ന ചേരികളിലെ നിലവിളികൾ അവളുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരുന്നു. ഇംഗ്ലീഷ് ഭാഷാ പഠനം അയർലൻഡിൽ വെച്ച് പൂർത്തിയാക്കിയെങ്കിലും താൻ സേവനം ചെയ്യാൻ പോകുന്നത് ബംഗാളിലെ സാധാരണക്കാർക്കിടയിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതിനാൽ തന്നെ ലൊറേറ്റോയിലെ ആദ്യ നാളുകളിൽ തെരേസ സമയം കണ്ടെത്തിയത് ബംഗാളി ഭാഷ പഠിക്കാനായിരുന്നു. ഒരു ജനതയെ സ്നേഹിക്കണമെങ്കിൽ അവരുടെ ഭാഷയറിയണമെന്ന് അവൾ വിശ്വസിച്ചു. അധ്യാപികയാകാനുള്ള തയ്യാറെടുപ്പിനൊപ്പം തന്നെ കൽക്കട്ടയുടെ ഹൃദയമിടിപ്പ് തിരിച്ചറിയാൻ അവൾ ആ നഗരത്തിന്റെ ഭാഷയും സംസ്കാരവും ആവേശത്തോടെ നെഞ്ചിലേറ്റി. എന്നാൽ താമസിയാതെ കൽക്കട്ടയിലെ ചൂടിൽ നിന്നും തിരക്കുകളിൽ നിന്നും സിസ്റ്റർ തെരേസയെ ലൊറേറ്റോ സഭ ഹിമാലയത്തിന്റെ താഴ്വരയിലുള്ള ഡാർജിലിംഗിലേക്ക് അയച്ചു. സന്യാസ ജീവിതത്തിന്റെ ആദ്യഘട്ടമായ നോവിഷിയേറ്റ് പരിശീലനത്തിനായാണ് അവൾ അവിടെ എത്തിയത്. കൽക്കട്ടയിൽ നിന്ന് ചെറിയ ട്രെയിനിൽ കയറി മലനിരകൾ താണ്ടുമ്പോൾ സ്കോപ്പിയയിലെ തന്റെ വീടിനെ ഓർമ്മിപ്പിക്കുന്ന മഞ്ഞുമൂടിയ മലനിരകൾ തെരേസയെ വരവേറ്റു. 1929 മുതൽ 1931 വരെയുള്ള 2 വർഷം അവൾ ഡാർജിലിംഗിലെ പ്രശാന്തതയിൽ പ്രാർത്ഥനയിലും പഠനത്തിലും മുഴുകി ജീവിച്ചു.